ടൈഗർ T10 ഗ്രാൻഡ് പ്രോൻ്റെ പുതിയ സോഫ്റ്റ്വെയർ ഒരു കാരണവശാലും ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ സെറ്റ് ബോക്സ് ഡെഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ പുതിയ സോഫ്റ്റ്വെയർ വന്നപ്പോൾ ഞാനത് ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് രക്ഷപ്പെട്ടാണ്. അല്ലെങ്കിൽ എൻ്റെ ബോക്സ് ഡെഡായി പോവുമായിരുന്നു. എങ്ങനെയാണ് ഞാനിതിൽ ജസ്റ്റ് ഒന്ന് രക്ഷപ്പെട്ടവർ കാണിക്കാം. അല്ലെങ്കിൽ എൻ്റെ ബോക്സ് ഡെഡായി പോയിരുന്നു. ഞാനിവിടെ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു മെസ്സേജ് സ്ക്രീനിൽ വരുന്നുണ്ടായിരുന്നു, ഇവിടെ കാണാം. ഇപ്പോൾ പുതിയ സോഫ്റ്റ്വെയർ 2.30 ആണ്. നിലവിലുള്ള കാണിക്കാം. ഇപ്പോൾ നിലവിൽ 2.26 ആണ് ഇപ്പോൾ നിലവിലുള്ള സോഫ്റ്റ്വെയർ. പുതിയ സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ശ്രമിച്ചതാണ്. ഇത് കാണാം. ഇപ്പോൾ നിലവിൽ പുതിയ സോഫ്റ്റ്വെയർ 2.30 ആണ്. പുതിയ അപ്ഡേറ്റ് വന്നതാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത്. ചെയ്യുന്ന മുൻപ് എന്താ ചെയ്യേണ്ടതെന്നും കൂടി പറഞ്ഞുതരാം. അല്ലെങ്കിൽ നിങ്ങളുടെ ബോക്സ് തീർച്ചയായിട്ടും ഡെഡായി പോവും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഈ വീഡിയോ മുഴുവൻ കാണാതെ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത്. അപ്പോൾ ഞാനിവിടെ സോഫ്റ്റ്വെയർ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. 100% അപ്ഡേറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാം. ഒരു കാരണവശാലും പവർ പോവരുത് പറയുന്നുണ്ട്. ഈ പവർ പോവരുത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഇന്നെനിക്ക് മനസ്സിലാവുകയും ചെയ്തു. എന്താ വെച്ചാൽ സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് ആവാതെ എററാണ് സംഭവിച്ചത്. ഒരു തവണയല്ല 2 തവണ ഞാൻ ചെയ്തു. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു. സാധാരണ ഉള്ള പോലെ സെറ്റ് ബോക്സ് റീസ്റ്റാർട്ട് ചെയ്ത് വരേണ്ടതാണ്. നിങ്ങൾ കാണാം. വെൽക്കം പേജ് കാണിച്ചു. പക്ഷേ ബോക്സ് ഓണായി വരുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ബോക്സ് ഓഫ് ആക്കാനേ ശ്രമിക്കൂ. സാധാരണ ബോക്സ് നമ്മുടെ ചാനൽ പേജിലേക്ക് വരുമോ അല്ലെങ്കിൽ പ്രോഗ്രാമോ വരികയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ വന്നത് ഇങ്ങനെ സ്ക്രീൻ മാത്രമാണ്. നോ ന്യൂ സോഫ്റ്റ്വെയർ ഓർ റോങ് സോഫ്റ്റ്വെയർ. പ്രസ് എനി കീ ടു അപ്ഗ്രേഡ് സോഫ്റ്റ്വെയർ ഇൻ USB മാനുവൽ. അതായത് സോഫ്റ്റ്വെയർ പെൻഡ്രൈവ് ഉപയോഗിച്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ റോങ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ആകെ വർക്ക് ചെയ്യുന്നത് USB-യും അതുപോലെ വൈഫൈൻ്റെ അത് മാത്രമേ വരുന്നുള്ളൂ. ഞാനിവിടെ എൻ്റെ പെൻഡ്രൈവിൽ ടൈഗർ T10 ഗ്രാൻഡ് പ്രോൻ്റെ പഴയ സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു 2.01. ആ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. അല്ലാതെ കയ്യിൽ പെൻഡ്രൈവിൽ സോഫ്റ്റ്വെയർ ഇല്ലാത്ത ഒരു കാരണവശാലും ടൈഗർ T10 ഗ്രാൻഡ് പ്രോൻ്റെ 2.30 സോഫ്റ്റ്വെയർ ചെയ്യരുത്. അപ്പോൾ എൻ്റെ പെൻഡ്രൈവിലെ ടൈഗറിൻ്റെ 2.01 എന്നുള്ള പഴയ സോഫ്റ്റ്വെയറാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. ഇവിടെ കാണാം 100% ഇപ്പോൾ സക്സസ്ഫുള്ളായി. അപ്പോൾ ഇതുപോലെ സെറ്റ് ബോക്സ് റീസ്റ്റാർട്ടായി വരികയാണ് സാധാരണ നില ചെയ്യുക. പക്ഷേ 2.30 ചെയ്തപ്പോൾ എററാണ് സംഭവിച്ചത്. ഒരു തവണയല്ല 2 തവണ ഞാൻ ചെയ്തു. അത് എനിക്ക് വീഡിയോ കാണാം. അപ്പോൾ 2.0 അതായത് പഴയ സോഫ്റ്റ്വെയറാണ് ഇപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്നത്. നിലവിൽ എൻ്റെ സെറ്റ് ബോക്സിൽ ഉണ്ടായിരുന്നത് 2.26 ആയിരുന്നു സോഫ്റ്റ്വെയർ. ഇവിടെ കാണാം. പഴയ ഇൻ്റർഫേസും എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും 2.30 ചെയ്യരുത്. ചെയ്യുകയാണെങ്കിൽ തന്നെ പഴയ സോഫ്റ്റ്വെയർ പെൻഡ്രൈവിൽ ഉള്ളവർ മാത്രം ചെയ്യുക, അല്ലാത്തവർ ചെയ്യരുത്. ഒരു തവണ അത് എന്തെങ്കിലും ബഗ് ആയതുകൊണ്ടോ എറർ സംഭവിച്ചതാണോ എന്ന് കരുതിയിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ഞാനിത് സോഫ്റ്റ്വെയർ ചെയ്യാൻ ശ്രമിച്ചു. പെൻഡ്രൈവിൽ പഴയ സോഫ്റ്റ്വെയർ ഉണ്ടായതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ഒരിക്കൽ കൂടി ചെയ്യാൻ ശ്രമിച്ചു. നിങ്ങളെ കാണാം. പക്ഷെ 2 തവണ ചെയ്തപ്പോഴും ഒരേപോലെ എററാണ് സംഭവിച്ചത്. അപ്പോൾ ഒരു കാരണവശാലും 2.30 സോഫ്റ്റ്വെയർ ചെയ്യരുത്. ഇതിന് ശേഷമുള്ള പുതിയ സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാൽ ഞാനത് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ ഒരു കാരണവശാലും 2.30 ചെയ്യരുത്. ബോക്സ് ഡെഡ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്.